ബഹളാ കുട്ടിയോളെ. ഒരു കാര്യം ചെയ്യാം, ടീച്ചർ ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. പണ്ട് ബുദ്ധൻ ശിഷ്യരോട് പറഞ്ഞ കഥ. ഒരിക്കൽ ഒരു വനത്തിൽ കാട്ടുതീ പടരുന്ന സമയം. ദേവരാജാവായ ഇന്ദ്രൻ അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഒരു ചെറിയ പക്ഷി പുഴയിൽ നിന്നും തന്റെ ചിറകു മുക്കി കിട്ടുന്ന വെള്ളം കാട്ടുതീക്ക് മുകളിൽ തളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതുകൊണ്ട് എന്താവാനാണ് എന്ന് ദേവൻ ചോദിച്ചപ്പോൾ ആ ചെറിയ പക്ഷി ഇങ്ങനെ പറഞ്ഞു: അങ്ങേക്ക് ഇത് നിർത്താൻ കഴിയുമെങ്കിലും അതിന് ശ്രമിക്കുന്നില്ല. എന്നാൽ സാധ്യമാവില്ലെന്നറിഞ്ഞിട്ടും എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രാഹുൽ, എന്താ രാവിലെ തന്നെ തുടങ്ങിയോ? ചിത്രം വരയ്ക്കാനാണെങ്കിൽ പോയിക്കോ, പുറത്തേക്ക് പോവാനല്ലേ പറഞ്ഞത്? വല്ലാത്തൊരു കുട്ടി. കഥ പറയുമ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഈ കതിര് വന്ന പാടത്താ നിന്റെ ചീഞ്ഞ വേസ്റ്റ്. ഓറാ അവിടെ നിന്റേത് മാത്രല്ല എന്റേതൂടെ കൊണ്ടേക്കോ. വേസ്റ്റ് ഇടാൻ കണ്ടൊരു സ്ഥലം. ഇതൊരാഴ്ചത്തെ വേസ്റ്റ് ഉണ്ട്. ഇതെവിടെയത് കൊണ്ടുപോയി തട്ടുക? നേരെ പോയ വലതുവശത്തൊരു മതിലുണ്ട്, അതിനപ്പുറത്തിട്ടോ. കൊടി പിടിക്കാനും സമരം ചെയ്യാനും ആളില്ലാത്ത ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായത് ഭാഗ്യായി. കുട്ടിയെ എന്തിനാ ഇതൊക്കെ ചെയ്യണത്? കുട്ടിക്ക് എന്താ ഇതിന്റെ ആവശ്യം? അണ്ണാരെ കണ്ണന് തന്നാലായത് എന്നല്ലേ മുത്തശ്ശ? കുട്ടിക്ക് നാളെ ഇത് താങ്ങാതെ ആവും. ആവട്ടെ മുത്തശ്ശ, ഈ ഭൂമിയിലെ മാലിന്യമെല്ലാം നമ്മുടെ തൊടിയിൽ മാത്രം കുന്നുകൂടട്ടെ. അപ്പോ നമ്മെ സഹായിക്കാൻ ഭൂമിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും, എനിക്ക് ഉറപ്പാ.
ഇതുകൊണ്ട് എന്താവാനാണ് എന്ന് ദേവൻ ചോദിച്ചപ്പോൾ ആ ചെറിയ പക്ഷി ഇങ്ങനെ പറഞ്ഞു, അങ്ങേക്ക് ഇത് നിർത്താൻ കഴിയുമെങ്കിലും അതിന് ശ്രമിക്കുന്നില്ല. എന്നാൽ സാധ്യമാവില്ലെന്നറിഞ്ഞിട്ടും എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും.